നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണക്കാലമാണ്. ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങളാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണം ഇതിന്റെ ഭാഗമാണ്. ആരോഗ്യത്തോടെ എങ്ങനെ ഓണമുണ്ണാം, ആരോഗ്യകരമായ ഓണസദ്യ എങ്ങനെയായിരിക്കണം, ഇക്കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. അതിനായി നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ സുൽഫി നൂഹാണ്. IAM ആക്ഷൻ കമ്മിറ്റി നാഷണൽ കൺവീനർ കൂടിയാണ് ഡോക്ടർ. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യമായി തന്നെ ഓണക്കാലത്തെ ആരോഗ്യ സംരക്ഷണം എങ്ങനെയെല്ലാമാണ്? ഓണക്കാലം എന്നൊരു പ്രത്യേകതയില്ല. എല്ലാ സമയത്തും ഓണമാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘോഷമാണെങ്കിലും ആരോഗ്യ സംരക്ഷണത്തിൽ നാം ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ എല്ലാവർക്കും ഓണ സമയത്ത് നമ്മുടെ സദ്യ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആഹാരം ഈ കാര്യത്തിൽ ആഹാര കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. പ്രത്യേകിച്ച് മറ്റ് അസുഖങ്ങളുള്ളവർ, പ്രത്യേക ഡയബറ്റീസ് ഉള്ളവർ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, ഒബിസിറ്റി അമിതവണ്ണമുള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ആഹാര രീതികളിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്നുള്ളതിന് ഒരു സംശയമില്ല. പക്ഷേ നമുക്കറിയാം ഇതിനകത്തൊരു മറ്റൊരു വശം കൂടിയുണ്ട്. ഓണം നമുക്കെല്ലാവർക്കും, ഡോക്ടർമാർക്ക് എല്ലാവർക്കും അറിയാം. ഈ ഓണം സമയത്ത് പ്രത്യേകിച്ച് രോഗികളുടെ എണ്ണം ആശുപത്രിയിൽ കുറയും. അത് ഡോക്ടർമാർ അവധിയായതുകൊണ്ടോ അല്ലെങ്കിൽ രോഗികൾക്ക് അസുഖം വരാത്തതോ പലവിധ കാരണങ്ങൾ അനലൈസ് ചെയ്യപ്പെടും. പക്ഷേ പൊതുവേ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിന് സന്തോഷമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഓണം എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അത്യാവശ്യമുള്ള ഘട്ടങ്ങൾ, അത്യാഹിതങ്ങൾ സംഭവിക്കുന്നത് ഒഴികെ രോഗികൾ കുറഞ്ഞിരിക്കുന്ന ഒരവസരം, അല്ലെങ്കിൽ രോഗങ്ങൾ പൊതുവേ കുറഞ്ഞിരിക്കുന്ന ഒരവസരം, മാറ്റിവെക്കാവുന്ന ചികിത്സകളൊക്കെ തന്നെ മാറ്റിവെക്കുന്ന ഒരു രീതിയിലേക്ക് നാം എത്തുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ പോലും നാം ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഓണമാണെന്നോ അല്ലെങ്കിൽ ക്രിസ്മസ് ആണെന്നോ മറ്റ് ആഘോഷങ്ങളൊന്നും കാണാതെ തന്നെ ചികിത്സ തേടേണ്ട കാര്യങ്ങൾ ചികിത്സ തേടേണ്ടതായിട്ട്. പക്ഷേ പൊതുവേ ഓണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം നൽകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള, നമുക്ക് സന്തോഷമായിട്ട് ബന്ധമുണ്ട് രോഗപ്രതിരോധ ശക്തിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികൾ നമ്മുടെ അല്ലെങ്കിൽ സന്തോഷം നിലനിൽക്കുന്ന സമയത്ത് പൊതുവെയുള്ള രോഗപ്രതിരോധ ശേഷിയുമൊക്കെ ഒരു പരിധിവരെയെങ്കിലും ഒരു ആർഗ്യുമെൻറ്റെങ്കിലും പറയാൻ തക്കവണ്ണം നമ്മൾ ഒരു കൂടുതലുണ്ട്. അസുഖങ്ങൾ കുറഞ്ഞിരിക്കാനുള്ള സാധ്യതയും അപ്പോൾ പൊതുവേ കൂടുതലായിരിക്കും. എങ്കിൽ പോലും നമ്മൾ എല്ലാം ശ്രദ്ധിക്കണം. എല്ലാ കാലവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ഓണസമയത്തും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. ആരോഗ്യത്തോടെ എങ്ങനെ ഓണമുണ്ണാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ കേരളം ഇപ്പം ഒരു ധനിക സംസ്ഥാനമാണെന്ന് പറയാം. ഒരുപക്ഷെ അങ്ങനെ പറയാൻ കാരണമുണ്ട്. നമ്മളിപ്പോൾ ഓണത്തിന് മാത്രം ഓണസദ്യ ഉണ്ണുന്നതിന് പകരം, അല്ലെങ്കിൽ തിരുവോണത്തിന് പകരം മാത്രം ഓണസദ്യ ഉണ്ണുന്നതിന് പകരം പലപ്പോഴും പല ആൾക്കാരും നമ്മുടെ ഓണസദ്യ അങ്ങനെ നീണ്ടു പോവാണ്. നമുക്കറിയാം ഇന്ന് ഓഫീസുകളിലും എല്ലാ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ തന്നെയും ഓണസദ്യ ഒരു ദിവസമല്ല, ഒരു ദിവസം സ്കൂളിലായിരിക്കാം, അടുത്ത ദിവസം ഓഫീസിൽ, അടുത്ത ദിവസം സ്വന്തം റെസിഡൻസ് അസോസിയേഷനിൽ അല്ലെങ്കിൽ ക്ലബ്ബുകളിൽ, അവരുടെ സംഘടനകളിൽ, അങ്ങനെ എല്ലാ ദിവസവും ഒരു 5-8 ദിവസം ഓണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഓണം ഉണ്ണുമ്പോൾ നാം ചില കാര്യങ്ങൾ സദ്യ അല്ലെങ്കിൽ ആഹാരം കഴിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലൈപ്പിഡീമിയ, ഒബിസിറ്റി, ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാരുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കണം. സദ്യ ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ സദ്യ വളരെ നല്ല ആഹാരമാണെന്ന് പറയേണ്ടി വരും. ഒരു ഒറ്റ സെൻറ്റൻസിൽ നാം പറയുകയാണെങ്കിൽ. അങ്ങനെ പറയുമ്പോൾ നാം ഒരു കാര്യം ശ്രദ്ധിക്കണം, നാം സദ്യ എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കുന്നു എന്നുള്ളതിലും പ്രാധാന്യമുണ്ട്. പലപ്പോഴും നമുക്കറിയാം, നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നാം കാണുന്നത് അരിയുടെ ആഹാരം ഞാൻ എപ്പോഴും പറയുന്ന ഒരു രോഗികളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഈ അരിയും ഗോതമ്പുമാണ് നമ്മുടെ അസുഖങ്ങൾ ഉണ്ടാക്കാവുന്ന ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളെന്ന് പറയാം. അപ്പോൾ സദ്യയിലും ആ കാര്യമുണ്ട്. സദ്യയിലെ മറ്റ് ഘടകങ്ങൾ, മധുരവും ഈ ചോറും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള എന്താ പറയുക നമുക്ക് ആരോഗ്യത്തെ ഗുണകരമായി ബാധിക്കുന്ന അംശങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങളാണ് സദ്യയിൽ മെജോറിറ്റി. 2 വില്ലന്മാരുള്ളത് ഒന്ന് അരിയും മധുരമുള്ള മറ്റ് കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ ചോറിൻ്റെ അളവ് വളരെ കുറയ്ക്കണം. നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുറച്ച് ചോറിടും, പിന്നെ അത് കഴിഞ്ഞ് അത് കഴിച്ചതിന് ശേഷം അടുത്ത കറി വിഭവങ്ങളുമായിട്ട് വീണ്ടും സദ്യ ഉണ്ണാനുള്ള ശ്രമം നടത്തും. അപ്പോൾ അതിന് ചെയ്യാനുള്ളത് ആദ്യം തന്നെ ചോറിടുന്നതിൻ്റെ അളവ് കുറയ്ക്കുക, അതിന് പകുതിയാക്കുക, അത് മാറ്റിവെക്കുക, അതിൻ്റെ പകുതിയിൽ ആദ്യത്തെ കറികളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിക്കുക. അവസാനത്തെ നമ്മൾ ചോറ് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കഴിക്കാം. കാര്യം ഓൺസിന വയലുള്ള സദ്യ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തിരുവോണത്തിന് മാത്രം സദ്യ കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം അരിയാഹാരം കൂടുതൽ കഴിച്ചു എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ നിരന്തരമായിട്ട് ഈ 4-5 ദിവസമൊക്കെ നമ്മൾ ഓണസദ്യ ഉണ്ണുന്നു, അതിലും അരിയാഹാരം കൂടുന്നു എന്നുള്ളത് വളരെ അപകടം ചെയ്യും. ഒരു കാര്യമാണ്, ഈ അരി എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഷുഗറാണ്. അത് നേരെ അങ്ങ് പോയിട്ട് നമുക്ക് മറ്റ് ഗുണങ്ങളൊന്നും ലഭ്യമല്ലാതെ തന്നെ അതൊരു ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഡയബറ്റീസ് കൂട്ടും, അല്ലാത്ത ആൾക്കാരെല്ലാം നമുക്ക്
നമുക്കത് ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് ബുദ്ധിമുട്ടുള്ള ശരീരത്തിന് ബുദ്ധിമുട്ടുള്ള ഘടകങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു സാധനമാണ് ഈ അരി എന്ന് പറയുന്നത്. അപ്പോൾ അരിയുടെ അളവ് കുറയ്ക്കുക. പക്ഷെ നമുക്ക് അവിയലുണ്ട്, തോരനുണ്ട്, നമ്മൾ മറ്റിടുന്ന ഘടകങ്ങളുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നതിൽ കൂടുതൽ കഴിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ കഴിക്കുകയും വേണം. അവിയൽ കൂടുതൽ കഴിക്കാം, തോരൻ കൂടുതൽ കഴിക്കാം, മറ്റ് പഴവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കാം. അപ്പോൾ അതെല്ലാം കൂടുതൽ കഴിക്കുന്നതോടൊപ്പം അരിയുടെ അളവിനകത്ത് നാം അല്പം ശ്രദ്ധയുണ്ടാവണം. അതോടൊപ്പം തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ ഓൺസിൻ്റെ വയലിൽ നമ്മൾ അല്പം പായസം കഴിച്ചെന്നോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ മലയാളികളെന്ന് പറയുമ്പോൾ ഓണം ആഘോഷിക്കാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് പായസമായിരിക്കുന്നതുകൊണ്ട് തന്നെ പായസം കഴിക്കാതെ എന്ത് ഓണസദ്യ എന്നുള്ള ചോദ്യം തീർത്തും ന്യായമാണ്. അത് തീർച്ചയായിട്ടും കഴിക്കണം. പക്ഷേ ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ മറ്റ് അസുഖമുള്ള ആൾക്കാരിൽ തീർച്ചയായിട്ടും ഒന്ന് ആസ്വദിക്കാം. പക്ഷേ അതിൻ്റെ അളവ് കൂടി പോരുത്. ഗ്ലാസ് കണക്കിന് പായസം കുടിക്കുന്ന അല്ലെങ്കിൽ ധാരാളം പായസം കഴിക്കുന്ന എന്ന ഒരു രീതി ഉണ്ടാകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യമെന്ന് തോന്നുന്നു. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സദ്യ എങ്ങനെയെല്ലാം ആരോഗ്യപ്രദമായി കഴിക്കാം? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. സദ്യ നമുക്ക് ആരോഗ്യപ്രദമാകണമെന്നുണ്ടെങ്കിൽ പൊതുവെ ഏതാണ്ട് 2000 കാലറീസ് 2000 to 2500 കാലറീസ് വരെ എത്തിച്ചേരാവുന്ന ഘടകങ്ങൾ നമ്മൾ ഒരു സദ്യയിലുണ്ടെന്ന് നാം മനസ്സിലാക്കണം. 2500 എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ദിവസത്തിൽ ആവശ്യമുള്ള കലോറീസ് എല്ലാം ഒറ്റ ഒരു സദ്യയിലൂടെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്ക് ആസ്വദിക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നാം ശ്രദ്ധിക്കണം. അതിലും ഏറ്റവും കുറയ്ക്കേണ്ടത് അരിയാഹാരവും അതോടൊപ്പം നാം കുറയ്ക്കേണ്ടത് പായസവും മറ്റ് മധുരമുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ അളവിൽ കുറച്ചുകൊണ്ട് മറ്റ് ആഹാര സാധനങ്ങൾ കഴിക്കുകയും അതിനെ ആസ്വദിക്കുകയും ചെയ്യണം. നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് ഫുഡ് കഴിക്കുന്ന ഒരു രീതിയിലേക്ക് പോകണം. അത് ആ ഒരു ഘടകത്തെ വളരെ അടിസ്ഥാനപരമായി നാം പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ നാമുണ്ട്. ചില ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റസുഖം. ഡയബറ്റീസ് ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഓണത്തിന് മുമ്പ് തന്നെ ഈ സദ്യയുടെ പരമ്പരകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബ്ലഡ് ഷുഗറൊക്കെ ഒന്ന് ക്രമീകരിച്ചതിന് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തീർച്ചയായിട്ടും ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഡോക്ടറിനെ ഫിസിഷ്യനെ കണ്ടതിന് ശേഷം ഡയബറ്റീസിൻ്റെ കഴിക്കുന്ന ഗുളികളുടെ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ തോതൊന്ന് ക്രമീകരിക്കുക. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈ ഒരു പീരീഡ് കഴിയുമ്പോൾ നാം വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ള രീതി പോകണം. ഇതേ കാര്യമാണ് നമ്മുടെ ഇപ്പോൾ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ നോമ്പ് നോക്കുന്ന സമയത്താണെങ്കിലും ഉണ്ടാകുന്നത്. ആ സമയത്ത് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഡയബറ്റീസ് ബ്ലഡ് ഷുഗർ നോക്കുകയും അതിനുശേഷമുള്ള കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ള രീതി സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. ഡോക്ടർ, ഈ ഓണസദ്യയുടെ പോഷക ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓണസദ്യയിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇതിപ്പോൾ ഇലക്കറി ആഹാരങ്ങൾ, ഞാനിപ്പോൾ നമ്മൾ എപ്പോഴും രോഗികളോട് പറയുന്ന കാര്യങ്ങളിൽ ഒരു പൊതുവായിട്ടുള്ള എല്ലാ ഡോക്ടർമാരും പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ്? അടിസ്ഥാനപരമായിട്ട് നാം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അരിയാണ്, അല്ലെങ്കിൽ ഗോതമ്പാണ്, അല്ലെങ്കിൽ പൊറോട്ട, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ വരുന്നത്. അതിപ്പോൾ ഭൂമിയുടെ അടിയിലുള്ള കാര്യങ്ങളെല്ലാം കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അളവിലേക്ക് കൂട്ടും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് മറ്റ് ആഹാര സാധനങ്ങൾ, ഇലക്കറി ആഹാരം നമ്മൾ കൂടുതൽ കഴിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുക. ഏറ്റവും ഒഴിവാക്കാനുള്ള ഡോക്ടർമാർ പറയുന്ന ആഹാര സാധനങ്ങൾ ഏറ്റവും പ്രാധാന്യം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന അരിയും ഗോതമ്പും. അതുപോലെ ഭൂമിയുടെ അടിയിലുള്ള കാര്യങ്ങൾ, ചേമ്പ്, ചേന, മരിച്ചീനി, കാച്ചിൽ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്നാണല്ലോ നമ്മൾ അടിസ്ഥാനപരമായിട്ട് എല്ലാ രോഗികളോടും പറയുന്നത്. അപ്പോൾ ഈ സദ്യയുടെ കാര്യം സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. അരിയുടെ അളവ് കുറയ്ക്കുക, മറ്റ് ഇലക്കറി ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക. ഈ ഇലക്കറികളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പോസിറ്റീവ്സ് ആയാലും ആൻറ്റി ഓക്സിഡൻസ് ആണെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന ഫൈബർ ആണെങ്കിലും മറ്റ് മൈക്രോ ന്യൂട്രിയൻസ് ആണെങ്കിലും വൈറ്റമിൻസ് ആണ്, ഇതെല്ലാം തന്നെയും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ നാം കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ തൈര് കഴിക്കുന്നുണ്ട്, അത് കഴിഞ്ഞും തൈരും അതോടൊപ്പം മോര് കഴിക്കുന്നുണ്ട്, അതോടൊപ്പം അത്തരം ആഹാര സാധനങ്ങൾ പോസിറ്റീവാണ്. പക്ഷേ നമ്മൾ ഉപ്പിലിട്ട കാര്യങ്ങളെ ഒരു നിയന്ത്രണം ആവശ്യമാണ്. ഓൺസിനെ വെൽ കഴിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ട്രിക്റ്റ് നിയന്ത്രണമൊന്നും വേണമെന്നില്ല. പക്ഷേ ഈ പോസിറ്റീവ് വശങ്ങൾ ഈ കാര്യത്തിലുണ്ട്. സദ്യയുടെ നെഗറ്റീവ് വശങ്ങൾ നാം അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ചില ആഹാരം ക്രമീകരിക്കേണ്ട രോഗങ്ങളുള്ള ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാർ ശ്രദ്ധിക്കണമെന്നുള്ളതിലാണ് അടിസ്ഥാനപരമായ കാര്യം. ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഈ ഓണസദ്യ ശരീരത്തിന് ആവശ്യത്തിലധികം കലോറി ഉള്ളിലെത്തുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയെല്ലാം നമുക്കിത് ബാലൻസ് ചെയ്യാൻ സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന എന്ന കാര്യം, ഇപ്പോൾ ഭൂമിയുടെ അടിയിലുള്ള സാധനങ്ങൾ ഒഴിവാക്കണമെന്നും അരിയും ഗോതമ്പും ഒഴിവാക്കണമെന്നും മലക്കറി ആഹാരം കൂടുതൽ കഴിക്കണമെന്നും ഇലക്കറി ആഹാരം, പ്രത്യേകിച്ച് ഇലക്കറി ആഹാരം കൂടുതൽ കഴിക്കണമെന്നും പഴവർഗ്ഗങ്ങൾ എല്ലാ നേരവും ആഹാരത്തോടൊപ്പം കഴിക്കണമെന്നും ഒക്കെ തന്നെ നാം സ്ഥിരമായിട്ട് രോഗികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു നേരം പറ്റുമെങ്കിൽ സാലഡുള്ള ആഹാരം കൊണ്ട് നിയന്ത്രിക്കാനൊക്കെ നമ്മൾ പൊതുവേ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറയുമ്പോൾ ഓണസമയത്തും ഇത്തരം ഒരു പലപ്പോഴും നമ്മുടെ ബന്ധുക്കളെ സന്ദർശിക്കാൻ പോകും, ബന്ധുക്കൾ നമ്മുടെ അടുത്തേക്ക് വരും, നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷവും ആഘോഷവും ഒക്കെ ഉള്ള ഒരു പ്രത്യേക സന്ദർഭമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ആഹാരത്തെ മറന്നുപോകരുത്. ഇതൊരു നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയം
നമ്മുടെ ഒരു മീ ടൈമാണ്, നമ്മുടെ സ്വന്തം സമയമാണ്. ആ സമയം മറ്റാർക്കും കൊടുക്കാൻ പാടില്ല. ഓണത്തിനും ഓണസദ്യക്കും കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ കൊടുക്കാൻ പാടില്ല. ആ ടൈം മാറ്റി വെച്ചേ കഴിയുള്ളൂ. അതൊരു അരമണിക്കൂർ ആയിക്കോട്ടെ, ഏറ്റവും കുറഞ്ഞ മിനിമം ഒരു ഹാഫ് ആൻ അവർ വ്യായാമം ചെയ്യാനുള്ള കാര്യമാക്കി മാറ്റി നിർത്തണമെന്ന് ഒരു സംശയമില്ല. ഏറ്റവും തിരക്കുള്ള സന്ദർഭങ്ങളിൽ പോലും ഒരു അരമണിക്കൂർ നിങ്ങളുടെ മാത്രം സമയമാണ്. അത് ഓണത്തിനും അത് തന്നെ. രാവിലെ എണീറ്റ് നടക്കാൻ പോവുക, അപ്പോൾ നിങ്ങൾ പാട്ടെല്ലാം കേട്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ ജിമ്മിൽ പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇൻഡോർ ആക്ടിവിറ്റീസിൽ ഇടപെടുന്നുണ്ടാവും. ഒട്ടും തെറ്റല്ല അതെല്ലാം. പക്ഷേ കഴിയുമെങ്കിലും ഒരു ഫ്രഷ് എയർ നമുക്ക് കിട്ടുന്ന വളരെ വിശാലമായ സ്റ്റേഡിയം പോലെയുള്ള നാട്ടിൻപുറത്തിലാണെങ്കിലും മൈതാനങ്ങളുള്ള, അല്ലെങ്കിൽ മൈതാനങ്ങളൊക്കെ ഇപ്പോൾ എവിടെയെല്ലാം ഉണ്ടെന്നറിയില്ല, പക്ഷേ എങ്കിൽ പോലും അത്തരം ഓപ്പൺ എയർ ഉള്ള സ്ഥലത്ത് ട്രാഫിക് ഒന്നുമില്ല, പ്രത്യേകിച്ച് ട്രാഫിക് ഒരുപാട് വാഹന സഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം നടത്തങ്ങളൊന്നും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരു ഹാഫ് ആൻ അവർ നടത്തം, ഞാനിപ്പോഴും രോഗികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ രാവിലെ ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് നടക്കുന്നത് 1000 ഗുളിക കഴിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പോൾ അത് ഈ ഓണക്കാലത്തും ബാധകമാണ്. ഓണമാണെങ്കിലും എന്ത് ആഘോഷമാണെങ്കിലും നാം കൃത്യമായി ചെയ്യുന്ന വ്യായാമ മുറകളിലൊന്നും ഒരു കുറവും വരുത്താതിരിക്കുക. അത്തരം കാര്യങ്ങളിൽ നാം കൃത്യമായി ചെയ്യുക. നമുക്ക് ഓണസദ്യ കഴിക്കുമ്പോൾ പോലും നമുക്ക് ആഹാരം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കണമെന്ന് പറയുമല്ലോ. നമുക്ക് പറയാം, ഇപ്പോൾ രാവിലെ കഴിക്കുന്ന 3 നേരം ആഹാരം കഴിക്കുകയാണെങ്കിൽ അത് 5 നേരമാക്കി കഴിക്കുകയും അത് ഈ 3 നേരം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റിയെ കുറച്ച് കൊണ്ടുവരികയും, അല്ലെങ്കിൽ ഓരോ തവണയും ആഹാരത്തിൻ്റെ അളവിനെ കുറച്ച് കൊണ്ടുവന്നുകൊണ്ട് 5 നേരമാക്കി കഴിക്കാവുന്നൊരു രീതിയുണ്ട്. അത് പക്ഷേ ഓണത്തിൻ്റെ ഇടയ്ക്കും നമുക്ക് 3 നേരവും ഗസ്റ്റുകളും അതിഥികളും വീടുകൾ സന്ദർശിക്കേണ്ട സമയമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ 5 നേരമായിട്ട് ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തിൻ്റെ അളവിനെ കുറവ് വരുത്തിക്കൊണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വ്യായാമത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ മീ ടൈമാണ്, അത് നമ്മുടെ സമയമാണ്. ആ സമയം മറ്റാർക്കും കൊടുക്കാത്ത രീതിയിൽ കൃത്യമായി നടക്കുക. 30 മിനിറ്റ്സ് നടക്കുക, അല്ലെങ്കിൽ സ്പീഡിൽ നടക്കുക. ഏറ്റവും നല്ല വ്യായാമം അതാണ് എന്നാണ് പഠനങ്ങളെല്ലാം തന്നെയും പറയുന്നത്. മറ്റ് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, അറിയാം പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോഴും അത് ഒരു പരിധിവരെ നിലവിലുണ്ട്. പലതരത്തിലുള്ള ഗെയിംസുകളിൽ നാം ഏർപ്പെടും. അതൊക്കെ ആക്റ്റീവായിട്ട് ഏർപ്പെടുക. എത്ര പ്രായമായാലും ഡോക്ടർമാരുടെ നിർദ്ദേശം അതിന് വിരുദ്ധമല്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാത്തരം വ്യായാമങ്ങൾ അല്ലെങ്കിൽ ശരീരം അനങ്ങുന്ന എല്ലാ കായിക വിനോദങ്ങളിലും ഓണത്തിനോടൊപ്പം പങ്കെടുക്കുക എന്നുള്ളത് പ്രാധാന്യം അറിയിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ റുട്ടീനായി നമുക്ക് രാവിലെ അതായത് ഞാനിന്ന് വടംവലിക്ക് പോവുകയാണ്, അതുകൊണ്ട് ഞാൻ രാവിലെ നടക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. രാവിലെ നടക്കാൻ പോകുന്നത് കൂടെയാണ് അഡീഷണലായിട്ട് നാം മറ്റ് ഓണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കായിക കലാപരിപാടികളിൽ ഇടപെടുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഞാനൊന്ന് ഇടപെടുകയാണ്. ഒപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പേയാട് നിന്നും ചന്ദ്രനാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്തേ ചന്ദ്രൻ, ഓണാശംസകൾ. സാർ, എനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറയാനുള്ളത്. അതായത് നമ്മളെ മലയാളികൾ സ്ഥിരമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ മരുന്ന് തളിച്ച ഈ പച്ചക്കറികൾ കിറ്റ് കണക്കിന് വാങ്ങി കൊണ്ടുപോയി ഉപയോഗിക്കുകയാണ്. എന്നാൽ നമ്മളെ നാടൻ വിഭവങ്ങളായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയില, പയറില, മത്തൻ്റെ ഇല, കൂമ്പ്, വാഴപ്പിണ്ടി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവർ വർജിക്കുകയാണ് സാർ. അതെല്ലാം പാഴായി പോവുകയാണ്. ഉദാഹരണം, എവിടെയെങ്കിലും ഒരു കൊല മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിണ്ടി എടുക്കാറില്ലാതെ അവിടെ നിന്ന് ഉണങ്ങി നശിച്ചു പോവുകയാണ്. സാർ, ഈ ഒരു പ്രവണതയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനായിട്ട് സാറിന്റെ വിലയേറിയ നിർദ്ദേശം, അതായത് നാടൻ വിഭവങ്ങളും കൂടെ ഈ സദ്യ ഉൾപ്പെടുത്താൻ വേണ്ടി, ഉദാഹരണം ഒരു സദ്യ ഉണ്ടാക്കുന്ന വീട്ടിലെന്ന് വെച്ചാൽ നാടൻ ചീരയോ മത്തന്റെ ഇലയോ അതല്ലെന്നുണ്ടെങ്കിൽ വാഴപ്പിണ്ടിയുടെ അതിന്റെ ഒരു തോരനോ ഇങ്ങനെ എന്തെങ്കിലും ഉള്ള സംഗതികളിലേക്ക് നമ്മൾ കുറേയൊക്കെ മാറണം സാർ. ഭൂരിഭാഗം പേരും ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇതിനെ ആശ്രയിക്കുകയാണ് സാർ. എന്റെ വീട്ടിലെന്ന് വെച്ചാൽ പച്ചമുളക് എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. സ്വന്തമായിട്ട് നമ്മൾ അതിനെ വളർത്തിയെടുക്കാൻ. അതുപോലെ തന്നെ മുരിങ്ങയില, ചീരയില. സാർ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സാറിന് കാര്യങ്ങൾ മനസ്സിലായി. സാറിന്റെ വിലയേറിയ നിർദ്ദേശങ്ങൾ ആൾക്കാർക്ക് കൊടുക്കണം. അബ്സല്യൂട്ട്ലി. ഇത് താങ്കൾ പറഞ്ഞത് വളരെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എല്ലാവരും ഒന്ന് ചോദിക്കും, നമ്മൾ പഴം കഴിക്കണമെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് പറഞ്ഞല്ലോ, ഏത് ഫ്രൂട്ട്സാണ് നല്ലത്? അപ്പോൾ ഏറ്റവും വില കൂടിയ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിൻ്റെ പേര് പറഞ്ഞാൽ അത് കഴിക്കുന്നതായിരിക്കുമോ നല്ലതെന്ന് പറയുമ്പോൾ ഡോക്ടർമാരുടെ എല്ലാവരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും മറ്റ് സംഘടനകളുടെയും പ്രൊഫഷണൽ ഓർഗനൈസേഷൻ്റെയൊക്കെ നിർദ്ദേശം ഇതാണ്: ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. അതായത് വീടിനടുത്ത് പേരക്കയാണെങ്കിൽ അതിനെക്കാട്ടി നല്ലൊരു ഫ്രൂട്ടില്ല, പപ്പായ ആണെങ്കിൽ അതിനെക്കാട്ടി നല്ലൊരു ഫ്രൂട്ടില്ല, അല്ലെങ്കിൽ മറ്റ് പഴവർഗ്ഗങ്ങളാണെങ്കിൽ അത്തരം പഴവർഗ്ഗങ്ങൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ. അതേ ഘടകം തന്നെയാണ് നമ്മുടെ പച്ചക്കറികളെക്കുറിച്ച് നാം സ്വീകരിക്കേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നാം ഉപയോഗിക്കണം എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷേ മറ്റൊരു കാര്യം കൂടി നാം മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ ഒരു ആധുനിക ഈ കാലഘട്ടത്തിൽ ഈ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പച്ചക്കറികളായിക്കോട്ടെ, ഇലക്കറികളായിക്കോട്ടെ, ഇതിനൊക്കെ തന്നെയും ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കാതെ നമുക്ക് നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇൻസെക്ടിസൈഡ്സിനെ ഇല്ലാതാക്കുവാനുള്ള മാർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ അതിനെ ഏറ്റവും ഒഴിവാക്കുവാനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതിനെ വാഷ് ചെയ്യുന്നതാണെങ്കിലും അത് കൃത്യമായി സൂക്ഷിക്കുന്നതാണെങ്കിലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്
നാം അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും വേണം. കഴിവതും ലോക്കലി അവൈലബിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വീട്ടിൻ്റെ തൊട്ടടുത്ത പരിസരങ്ങളിൽ നാടൻ പ്രദേശങ്ങളിൽ നമ്മുടെ തൊട്ട അയൽവക്കത്ത് ഉൽപ്പാദിക്കപ്പെടുന്ന ആഹാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നത് ഒരു സംശയവും വേണ്ട. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഒരു പക്ഷേ നമുക്ക് ഈ ഇൻസെക്ടിസൈഡ്സ് ഒക്കെ ഉപയോഗിച്ച ആഹാര സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അത് ഉപയോഗിക്കണം. അതിന് വിഷം കലർന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനപ്പുറം അതിനെ ക്ലീൻ ചെയ്ത് അതിൻ്റെ വിഷം അടങ്ങിയ ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്സിനെ എത്രയും പെട്ടെന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ആഹാര സാധനങ്ങൾ ഉപയോഗിക്കണം. അത് പറയാനൊരു കാരണമുണ്ട്. വ്യക്തമായ പഠനങ്ങൾ, അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയുള്ള പഠനങ്ങളെല്ലാം പറയുന്നത് നാം ഒരു പഴവർഗ്ഗത്തിലോ അല്ലെങ്കിൽ ഒരു ഇലക്കറിയിലോ ഒരല്പം ഇൻസെക്ടിസൈഡ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പരിപൂർണമായി മാറ്റി നിർത്തുകയാണെങ്കിൽ അത് നൽകുന്ന, അല്ലെങ്കിൽ ആ ഇലക്കറി ആഹാരം അല്ലെങ്കിൽ ഇലകൾ നൽകുന്ന പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ, ആ ഫ്രൂട്ട്സ് നൽകുന്ന പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളെ എല്ലാം കമ്പയർ ചെയ്യുകയും ഈ ഇൻസെക്ടിസൈഡ് ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യതയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ആഹാര സാധനങ്ങൾ നൽകുന്ന വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രൊവൈഡഡ് ആ ഇൻസെക്ടിസൈഡ് നമ്മുടെ ആഹാര സാധനങ്ങൾ കലരാതെ മാറ്റി നിർത്തുവാനുള്ള സംവിധാനങ്ങൾ നമ്മൾ വാഷ് ചെയ്യുന്നതാണെങ്കിലും മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതാണെങ്കിലും അതിനെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഗുണം ചെയ്യുന്നതാണ്. അടിസ്ഥാനപരമായി ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പഴവർഗ്ഗങ്ങളാണെങ്കിലും ഇലക്കറികളാണെങ്കിലും ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഒരു പക്ഷേ നമുക്ക് മറ്റ് സ്ഥലങ്ങളെ ആശ്രയിക്കുന്ന ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ച് ആഹാര സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഇൻസെക്ടിസൈഡ്സ് ഉള്ള ഘടകങ്ങൾ കഴുകിക്കളയുന്നതിനുള്ള, അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നതിനുള്ള നിലപാടുകൾ, അല്ലെങ്കിൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആഹാരം കഴിക്കുക തന്നെ വേണം. അതിനെ ഒഴിവാക്കി നിർത്തുന്നത് ഗുണകരമായിരിക്കില്ല എന്നുള്ളതാണ് പഠനങ്ങൾ. ഡോക്ടർ, നമുക്കൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും രാജൻ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്തേ, ഓണാശംസകൾ. നമസ്കാരം സാർ, ഓണാശംസകൾ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അരിയാഹാരം കുറച്ച് കഴിക്കണം എന്ന് പറഞ്ഞല്ലോ, അപ്പോ അത് ഈ ശാരീരിക അധ്വാനം ഉള്ളവർക്ക് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്നും, അതുപോലെ തന്നെ ഈ തവിടുള്ള അരിയാഹാരം കഴിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോ എന്നാണ് അല്ല നല്ലതല്ലേന്നുമാണ് ചോദിക്കാനുള്ളത്. രണ്ടാമത്തെ ഭാഗം കേട്ടില്ല. എന്താ, എന്ത് ചേർന്ന ആഹാര സാധനം? തവിടുള്ള അരി ഉണ്ടല്ലോ. ഫൈൻ. ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മളെല്ലാവരും പറയും, നമ്മൾ എന്ത് പറഞ്ഞാലും പലപ്പോഴെങ്കിലും ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ച വരുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അച്ഛനൊക്കെ തന്നെ ഒരു വലിയ ഒരു പറച്ചോറ്, അങ്ങനെയൊക്കെ പറയാം, അല്ലെങ്കിൽ 2-3 പാത്രം ചോറ് കഴിച്ചിട്ട് ആണ് വളരെ 90-ആം വയസ്സ് വരെ ജീവിച്ചത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. 2 കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഈ ഒരു പക്ഷേ നമ്മുടെ 2 തലമുറകൾക്ക് മുമ്പ്, അതായത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ഉള്ള സമയത്ത് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, അല്ലെങ്കിൽ ഒരാൾ ജനിച്ചാൽ ജീവിച്ചിരിക്കുന്ന കാലം ഏതാണ്ട് 35 വയസ്സാണ്. 35-40 വയസ്സിനകത്ത് ഒരു നല്ല ശതമാനം പേര് മരിച്ചു പോകുന്ന ഒരു രീതിയിലുണ്ട്. അത് സർവൈവ് ചെയ്ത് പോകുന്ന ആൾക്കാർ ചിലപ്പോൾ 70, 60, 70 താമസിക്കുന്നു. ഇപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി 70ആണ്. അത് മറ്റൊരു വിഷയമാണ്. ഇതുമായി ഒരു ബന്ധമുണ്ട്. നമ്മുടെ കായിക അധ്വാനവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ആഹാര രീതി ഇരിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. ഇന്ന് നമ്മളറിയാം, നമ്മുടെ മുമ്പ് കറക്റ്റാണ്, നമുക്ക് കൂടുതൽ കായികാധ്വാനം ചെയ്യുന്ന ആളിന് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരം ഉള്ളിൽ കൂടുതൽ ചെല്ലുക തന്നെ വേണം. ഞാനൊരു പൊതുവായിട്ടുള്ള ഘടകമാണ് നമ്മളിപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണമെന്ന് പറയുന്നത്. പക്ഷേ കായികാധ്വാനം ചെയ്യുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ മാനുവൽ ലേബർ, അല്ലെങ്കിൽ ഒരു കെട്ടിട നിർമ്മാണം ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വീട്ടിലെ വീട്ടിനും പരിസരങ്ങളിലൊക്കെ കൃഷികൾ ചെയ്യുന്ന ആൾക്കാർ, കായികാധ്വാനം ചെയ്യുന്ന ആൾക്കാർക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ഇപ്പോൾ ഒരു തെങ്ങിൽ കയറുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ക്ലീനിങ് പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാർ, കൃഷിക്കാർ, അത്തരം ആൾക്കാർക്ക് ഫിസിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്ന ആൾക്കാർക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും തെറ്റില്ല. കാരണം അത്രയും കാർബോഹൈഡ്രേറ്റും അതുള്ള കാലറീസും അവർക്ക് ആവശ്യമാണ്. ഞാൻ സാധാരണ ഒരാളുടെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെജോറിറ്റി ആൾക്കാരും, ഇപ്പോൾ വന്നിരിക്കുന്ന നല്ല ഒരു ശതമാനം ആൾക്കാരിലും ഓഫീസിലിരിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് സ്കൂളിൽ പോകുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവരുടെ കായിക അധ്വാനം കുറവാണ്. നമുക്കിപ്പോൾ എല്ലാം ലഭ്യമാണ്. നമ്മളിപ്പോൾ കടയിൽ പോലും സാധനങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല. നമ്മൾ മൊബൈൽ ഓർഡർ ചെയ്യുന്നു, സാധനം വീട്ടിലെത്തുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഫിസിക്കൽ എക്സർഷൻ ആവശ്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, മുൻകാലങ്ങളിലൊക്കെ എല്ലാ തലത്തിലും നമ്മളിപ്പോൾ സ്കൂളിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ഞാനും സ്കൂളിൽ ഏറ്റവും ചെറിയ ഘട്ടങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ 5-ാം ക്ലാസ് വരെ സ്കൂളിൽ നടന്നു പോയിരുന്ന ആളാണ്. ഇപ്പോൾ ഏത് കുട്ടിയാണ് ഏതാണ്ട് 4 കിലോമീറ്ററോളം അമ്മയോടൊപ്പം നടന്നു പോയാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു രീതി ഇപ്പം ഇല്ല. ആ ചൈൽഡ്ഹുഡിലുള്ള ഇല്ലാത്ത വ്യായാമം അഡൾട്ടിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ അനങ്ങുന്നേ ഇല്ല. നമ്മളെപ്പോഴും ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ അല്ലെങ്കിൽ മറ്റ് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഫിസിക്കൽ എക്സർഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കഴിക്കുന്നത് ഇത് എപ്പോഴും ഇൻടേക്കും
ഔട്ട്പുട്ടും അല്ലെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊരു ബാലൻസ് ഉണ്ടാവണം. നമ്മൾ ഇൻപുട്ട് ഒരുപാട് കഴിക്കുകയും ഔട്ട്പുട്ട് വളരെ കുറച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഒബിസിറ്റിയും മറ്റ് രോഗങ്ങളൊക്കെ വരുന്നത്. അതേസമയം നമ്മൾ ഇൻപുട്ട് കൂടിയിരിക്കേണ്ട ഘട്ടമുണ്ട്. കാരണം നമ്മുടെ ഔട്ട്പുട്ട് വളരെ കൂടുതലാണ്. നമുക്ക് ധാരാളം എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരാളാണ്. ഒരു ഫുൾ ടൈം അത്ലീറ്റാണ്, ഫുട്ബോൾ കളിക്കാരനാണ്, ക്രിക്കറ്റ് കളിക്കാരനാണ്, ഞാൻ ഈ പറഞ്ഞ മറ്റ് ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റില്ല. അവർക്ക് എനർജി കൂടുതൽ ആവശ്യമുണ്ട്. ആ ഒരു ബാലൻസ് നാം കാത്തു സൂക്ഷിക്കണം. ആ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും, നമ്മൾ ഇടുന്ന കാലറി എത്രയാണ്, എത്ര കലോറി ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ മെജോറിറ്റിക്കും നമ്മളുടെ കായിക വിനോദങ്ങൾ അല്ലെങ്കിൽ കായിക അധ്വാനം കുറവായതുകൊണ്ട് കാലോറി കുറയ്ക്കണം എന്നുള്ള പൊതു നയം സ്വീകരിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് തവിട് പോലെയുള്ള അരി, അത്തരം ആഹാര സാധനങ്ങളാണ് കൂടുതൽ, അരിയിലാണ് കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ അത് കൂടുതൽ ഉപയോഗിക്കാൻ തന്നെ വേണം എന്നുള്ളതാണ് വസ്തുത. ഡോക്ടർ, ഈ ജീവിതശൈലി രോഗങ്ങളുള്ളവർ ഓണദിവസങ്ങളിൽ ഭക്ഷണ കാര്യങ്ങളിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേകിച്ച് കൂടുതൽ ആഹാരം കഴിക്കാൻ സാധ്യതയുള്ള ഈ കാലഘട്ടങ്ങളിൽ പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമുക്ക് ആഹാരത്തിന് മുൻപുള്ള, അതായത് നമ്മൾ ഈ ഓണം കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ എല്ലാം ടെസ്റ്റ് ചെയ്യുകയും ഒരു പക്ഷേ നമ്മൾ അല്പം ആഹാരം കൂടുതൽ കഴിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ ഡോസേജ് അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. ഓണം കഴിഞ്ഞാലും നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ, പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ള രോഗികൾ ഇതിൻ്റെ രോഗത്തിൻ്റെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് ഒന്ന് പരിശോധിക്കുകയും ഫിസിഷ്യനെ കാണിച്ച് സ്ഥിരമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഗുളികളുടെ ഡോസ് നാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നാം ചെയ്യേണ്ടത്. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഓണത്തിനിടയ്ക്കും നമ്മുടെ മീ ടൈം ഉണ്ട്, നമ്മുടെ എക്സസൈസ്, വ്യായാമം, മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും കൃത്യമായി ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. പക്ഷേ ഒരു പൊതുവേ ഒരു കാര്യമുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഒരുപക്ഷെ മലയാളികൾ ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന നെഗറ്റീവ് ഇത്തരം ആഹാരത്തിലൊക്കെ വരുത്തുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അതിനെ അതിജീവിക്കുവാനുള്ള സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ അല്ലെങ്കിൽ കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുതയും കൂടെ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ ആദ്യമേ തന്നെ ബ്ലഡ് ഷുഗറും മറ്റു കാര്യങ്ങളും ചെക്ക് ചെയ്യുക. ഓണത്തിന് ശേഷം നമുക്ക് കൃത്യമായ ഇടവേളയിൽ ഡോക്ടറെ കാണിച്ച് നാം ഇത് ചെക്ക് ചെയ്യുകയും വേണം. നമ്മുടെ വ്യായാമ മുറകൾ കൃത്യമായി തുടരുകയും വേണം എന്നുള്ള ഒരു കാര്യമുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, പൊതുവെ ചോദിക്കുകയാണെങ്കിൽ ഈ ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങുന്നത് എത്രത്തോളം ദോഷകരമാണ്? വളരെ 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 പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചോദ്യമാണ്. ഓണത്തിന് മാത്രമല്ല, ഓണമല്ലാതെയും ഉള്ള മറ്റ് സന്ദർഭങ്ങളിലുമൊക്കെ തന്നെയും നാം ആഹാരത്തിന് ശേഷം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരല്പനേരം ഉറങ്ങുന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നിരവധിയുണ്ട്. നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി തന്നെ കൂട്ടുമെന്നാണ് ആ പഠനങ്ങൾ പറയുന്നത്. നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ അളവിനെ ഉച്ചയുറക്കം സഹായിക്കും എന്നാണ് പഠനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അത്തരം ഒരു ശീലമുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഒരിക്കലും ഓണത്തിനോ ഒന്നും ഉറങ്ങാതിരിക്കേണ്ട. ഓണത്തിന് ഒരു മേ ബി ഒരു ചെറിയ നാപ്പെങ്കിലും ഒരു 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് ടു ഹാഫ് ആൻ അവർ ടു 1 അവർ വരെ ഉറങ്ങാൻ കഴിയുന്ന ഒരു രീതി നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ്. ഓണക്കാലത്തും ഒരു പക്ഷേ നമുക്കൊരു സദ്യയെല്ലാം കഴിഞ്ഞ ശേഷം അല്പം നേരം ഉറങ്ങുന്നത് കൊണ്ട് ഉറങ്ങാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ ജീവിതത്തെ, നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ അളവിനെ കൂട്ടാൻ വരെ സഹായിക്കും എന്നുള്ള പഠനങ്ങൾ വ്യക്തമായി നിലവിലുണ്ട്. ഉച്ചയുറക്കം നല്ലതാണ്. അതിനകത്ത് രണ്ടാമതൊരു അഭിപ്രായം പോലും ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഉറക്കത്തെക്കുറിച്ചും പഠനത്തെക്കുറിച്ചൊക്കെ തന്നെ ഇത്തരം പഠനങ്ങളെക്കുറിച്ച് വളരെ 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 ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന പഠനമുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ 8 മണിക്കൂർ ഉറങ്ങണമെന്നാണ്. 7 മണിക്കൂർ 6 മണിക്കൂർ എങ്കിലും 7 മണിക്കൂറൊക്കെ നിർബന്ധമായി ഉറങ്ങണം. 7 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ രാവിലെ നടക്കാനോ അല്ലെങ്കിൽ മറ്റ് എക്സസൈസുകൾക്കോ പോകാറുണ്ട്. പലരും പോകാവൂ എന്നുള്ളതാണ്. ഈ 4 മണിക്ക് എണീറ്റ് അലാം വെച്ചിട്ട് 2 മണിക്കൂറോ 3 മണിക്കൂറോ ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ 5 മണിക്കൂറിൽ താഴെ ഉറങ്ങിയിട്ട് 4 മണിക്ക് അലാം വെച്ച് നടക്കാൻ പോകുന്നതിന് ഗുണമില്ല എന്ന് മാത്രമല്ല അത് ദൂഷ്യം ചെയ്യും. നമ്മൾ 8 മണിക്കൂർ ഉറങ്ങുന്നത് 1000 മണിക്കൂർ എക്സസൈസ് ചെയ്തതിന് തുല്യമാണെന്നാണ് ഞാൻ സാധാരണ രോഗികളോട് പറഞ്ഞു കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നാം ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ഉണ്ടാക്കേണ്ട. വ്യായാമം ചെയ്യുന്നതോടൊപ്പം തന്നെ ഉച്ചയുറക്കം ഓണമാണെങ്കിലും അല്ലെങ്കിലും നല്ലതാണ് എന്നുള്ളൊരു അടിസ്ഥാനപരമായ സന്ദേശം ഈ കാര്യത്തിൽ നിലവിലുണ്ട് എന്നുള്ളതാണ്. വ്യക്തമാണ് ഡോക്ടർ. ആരോഗ്യത്തോടെ എങ്ങനെ ഓണമുണ്ണാം, ആരോഗ്യകരമായ ഓണസദ്യ എങ്ങനെയായിരിക്കണം, ഇക്കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. അതിനായി നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ സുൽഫി നൂഹാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം പൂർണ്ണമാകുന്നു. നമസ്കാരം.